മണി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാർ നമ്മുടെ ഈ ഓപ്പൺ അക്കൗണ്ടോ ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു അത് ഞാൻ ഡേ ടു ഡേ ചാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാറ് രാവിലെ സമയം എന്നൊക്കെ ഞാൻ ഫ്രീ ടൈം മുഴുവൻ അങ്ങനെ പെർട്ടിക്കുലർ ടൈം നോക്കാറില്ല. അപ്പൊ മാക്സിമം ചാൻറ്റ് ചെയ്ത് വന്നപ്പോ എന്റെ മണി ബ്ലോക്ക് എന്താ പറയാ ഒക്കെ ഒന്ന് ഏറെക്കുറെ ചേഞ്ച് വന്നു. അതൊരു ഉദാഹരണമാണ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ 15 മിനിറ്റ് മുന്നേ കിട്ടിയതാണ്. അതേപോലെ തന്നെ ചാരിറ്റി ഞാൻ ഇവിടെ ലയൺസ് ക്ലബിന്റെ ഒരു ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഞാൻ ഏകദേശം ഈ ഒരു ലൈവ് ക്ലാസ്സിൽ എല്ലാവർക്കും എന്നെ അറിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 4 വർഷമായിട്ട് യൂട്യൂബ് ചാനലിലൂടെയും കാര്യങ്ങളിലൂടെ എല്ലാം ക്ലാസ്സുകളും മറ്റ് കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ആയിരക്കണക്കിന് വ്യക്തികളുടെ ലൈഫിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അന്നേരം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പണം അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്ന കാര്യം. വെൽത്ത് എന്ന് പറയുന്നത് എന്താണ് വെൽത്ത്? എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. വെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഫിസിക്കൽ കറൻസി ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ വെൽത്ത് എന്ന് പറയുന്നത്? മുഴുവനായും ആരോഗ്യം, പണം, മൊത്തത്തിലുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാര്യം സിമ്പിൾ ആയിട്ട് പറയണം അല്ലേ? ഓക്കെ. ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള തലത്തിൽ, അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണം, ബന്ധങ്ങൾ, ആരോഗ്യം, ജോലി, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടിയിട്ടുള്ളതാണ് ധനം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ധനം എന്ന് പറയുന്നത് വെറും പണം എന്ന രീതിയിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിലും ഞാൻ പണം എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. നമ്മൾ ഈ പണത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് പല കാര്യങ്ങളും, അതായത് ഇങ്ങനെ സമ്പത്ത് എന്ന് പറയുന്ന മറ്റ് പല ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതിലൊന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞതൊരു കാര്യമാണ്, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. ഞാനത് വിശ്വസിച്ചു. കാരണം ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു. അതിനുശേഷം ഞാൻ ഓരോരോ ഫീൽഡിൽ അതിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ തന്നെ ഓവർ ടൈം എടുക്കും. നമ്മളെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 hours-ആണ്, 12 മണിക്കൂറാണ്. ഇപ്പം ഗുജറാത്തിലോ കാര്യങ്ങളിലോ റിഫൈനറിൽ ഇതിലാരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം 24 മണിക്കൂറാണ് നമ്മളെ ജോലി എന്ന് പറയുന്നത്. 24 മണിക്കൂറല്ല, 12 മണിക്കൂറാണ്. അതായത് അഡീഷണലായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹവർലി ചാർജിൻ്റെ ഇരട്ടി കിട്ടും. എന്നിട്ട് അത്രയധികം അധ്വാനിച്ചിട്ട് പോലും നമുക്കൊരിക്കലും വെൽത്ത് അല്ലെങ്കിൽ എനിക്കൊരിക്കലും തന്നെ ഒരു ഫിനാൻഷ്യൽ തന്നെ ഉയരാൻ സാധിച്ചില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റിലുള്ള ബ്ലോക്സ് ആണ്. അന്നേരമാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സമയത്ത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം സീക്രട്ട് എന്ന് പറയുന്ന മൂവി കണ്ടു. എന്നിട്ട് പോലും ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല. വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണം വരുമോ അല്ലെങ്കിൽ ഇതെല്ലാം തട്ടിപ്പാണ് കാര്യങ്ങളാണെന്നാണ് ഞാൻ ആദ്യം വിശ്വസിച്ചത്. കാരണം ഇങ്ങനെ ക്രിട്ടിക്കൽ മലയാളീസിൻ്റെ മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം ഒരു ഫ്രോഡ് പരിപാടിയാണ് എന്ന രീതിയിലാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ പല ഇൻസിഡൻസും, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടുകയും അവരായിട്ട് സംസാരിച്ചിട്ട് ഇതേപോലെ തന്നെ പല ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തു. അന്നേരമാണ് മനസ്സിലാക്കിയത് സംതിങ് ഈസ് ഇൻ ദിസ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് ചാനൽ, ഹിന്ദി ചാനൽ എല്ലാം തന്നെ ഓരോരോ സക്സസ് സ്റ്റോറീസ് കേട്ടു. അങ്ങനെ ഞാൻ വിശ്വസിച്ചു, ഓക്കെ എനിക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ ആ ലെവലിൽ, അതായത് നമ്മളെ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിൽ നിങ്ങളോട് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കുന്നുള്ള? പറഞ്ഞിട്ടുണ്ടോ മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കുന്നുള്ള? പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? പനി പിടിക്കുന്നുള്ള. അതെ, ഈ ഒരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു. അതായത് എപ്പം നോക്കിയാലും ഒരു തുള്ളി വീണാൽ മതി, മഴ കൊള്ളണമെന്നില്ല, ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ അന്നേരം മൂക്കടപ്പ് വരും, പിന്നെ തലവേദന എടുക്കും, കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സ്ട്രോങ് മൈൻഡ് സെറ്റാണ്
അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജസ് കുട്ടിക്കാലത്തല്ല. ഇത് ഞാൻ ഓരോരോ ഹീലിംഗ് പ്രാക്ടീസും മീൻസ് മറ്റ് കുറേ കോഴ്സുകൾ ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 100 രൂപ മുതൽ ഇങ്ങനെ 25,000 30,000 രൂപ വരെ, അത് അമേരിക്കൻ ഡോളേഴ്സിലാണുള്ളത്. അങ്ങനെ അത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം ഈ കാര്യങ്ങളാണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അന്നേരം ആ ഒരു സിസ്റ്റം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ വെൽത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഒരാൾ പറഞ്ഞു സൗണ്ട് കുറവാണെന്ന്. സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അതായത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിയറിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഭയമുള്ളത് അത് നിങ്ങൾ ഭയത്തെ അല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ മറികടക്കാൻ വേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് മുന്നേ കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ ഇതേപോലെ തന്നെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ, അതായത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണോ ഭയമുള്ളത് അത് ഞാൻ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയുള്ള സമയത്ത് തന്നെ ഞാൻ രാവിലെ ഇപ്പോൾ ഓടാറുണ്ട്. രാവിലെ ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിരുന്നു, രാവിലെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓടാറുണ്ട്. ജോഗിങ് ഇങ്ങനെ ഇതേപോലെ തന്നെ റണ്ണിങ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാറുണ്ട്. അന്നേരം ആ സമയത്ത് മഴ കൊണ്ടുകൊണ്ട് തന്നെ നടക്കും. മഴ കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറയും, അതായത് ഈ മഴ എന്ന് പറയുന്നത് എൻ്റെ മീൻസ് ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് എന്നെ ഒരിക്കലും തന്നെ രോഗം തരുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഴ വരുന്നത് എന്നുള്ള കാര്യം പറയും. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഹീലിംഗ് പവർ കൂടുതലാണ്. ആ ഒരു തോട്ടിൽ നമ്മൾ മഴയെ കാണുന്ന സമയത്ത് എനിക്ക് ഇന്ന് കോഴിക്കോട് ഇന്ന് അവിടെയെല്ലാം മഴയുണ്ടോ? ഏതെങ്കിലും ജില്ലകളിലാണ് മഴയുള്ളതെന്ന് അറിയില്ല. കോഴിക്കോട് നല്ല മഴയാണ്. അവിടെ തൃശ്ശൂര് മഴയുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം ഞാൻ ട്രെയിൻ ഇറങ്ങി, ഞാൻ ട്രെയിനിലാണ്. ഭയങ്കര മഴയാണ്. എവിടെയാണ്? കാസർഗോഡ് ഭയങ്കര മഴ. കാസർഗോഡ്. ഓക്കെ. കോഴിക്കോട് നല്ല ആ ഈ മഴയൊന്നും ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മഴയുണ്ട് സാറേ. ആ ഓക്കെ. ഈ മഴയത്ത് ഞാൻ ഹെൽമെറ്റ് ഒന്നും ഇടാതെ തന്നെയാണ് ഞാൻ വന്നത്. വരുന്ന സമയത്ത് ഞാനത് ആ ഒരു തോട്ടിനെ ഞാൻ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു, ഞാൻ അന്നേരം വരുന്ന സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവിനെ കണ്ടു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇതൊരു മീൻസ് ഫസ്റ്റ് മഴയാണ്, ഇതിൽ പൊടിപടലങ്ങളിൽ ഉണ്ടാകും, കൊള്ളുക, എന്തായാലും നിനക്ക് ജലദോഷം പിടിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ തറവാട് പോയിട്ട് വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം താക്കോല് മേടിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഇളയച്ചൻ പറഞ്ഞു, നിനക്ക് എന്തായാലും പനി പിടിക്കാണ്ടില്ല, ഞാൻ ജലദോഷം പിടിച്ചിട്ട് എനിക്ക് 1 മാസമായിട്ട് ജലദോഷം പനിയെല്ലാം ഉണ്ട് എന്നുള്ളത്. അന്നേരം അങ്ങനെ പറഞ്ഞിട്ട് പോലും എനിക്ക് സ്വതവേ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു സമയത്ത് പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ അന്നേ തന്നെ മൂക്കടപ്പ്, പനി, പിന്നെ ഇതേപോലെ തന്നെ ആവി പിടിക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനത്തെ ഒരു സിസ്റ്റം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അതിനെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ നമ്മളെ ഫിയർ അല്ലെങ്കിൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളെ എല്ലാ ബ്ലോക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിലൊരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. പണത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്, ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ പറ്റും. വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 1 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽത്ത് മൈൻഡ് സെറ്റ് വരില്ല. വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് റിച്ച്, അതായത് നിങ്ങൾ ഈ നിമിഷത്തിൽ സമ്പന്നനായി മാറുക എന്നുള്ളതാണ്. ഞാൻ ഇതേപോലെ തന്നെ മറ്റ് ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന സമയത്തും അവരൊന്നും തന്നെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, മറിച്ച് നമ്മൾ ആ ഒരു ബീങ് റിച്ചിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മൾ സമ്പന്നതയിലേക്ക് അതായത് ആ ഒരു വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരുടെ ലൈഫിലും കൃതജ്ഞത എന്ന് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് ഇതൊരു ടെക്നിക്കായിട്ടല്ല, മറിച്ച് നമ്മളെ ലൈഫിൽ നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അന്നേരം തന്നെ ഒരു ബുക്ക് എടുത്ത് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി രാവിലെ മുതൽ നമ്മൾ കുറ്റങ്ങളും കാര്യങ്ങളിലും പറഞ്ഞിട്ട് രാത്രി ഒരു 5 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആദ്യത്തെ പോയിന്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഫീലിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും ഫീലിംഗ് പോലെ എക്സ്പ്രഷനാണ്. നമുക്ക് പണം വരുന്ന സമയത്ത്, നമ്മൾ പണം കൊടുക്കുന്ന സമയത്തും നമ്മൾ നന്ദി പറയണം. അതൊരു അനിവിന്ദ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റ് ചാനൽസോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ പങ്കെടുക്കുന്ന സമയത്തോ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.
നമ്മളിപ്പോൾ ഓരോ നിമിഷത്തിൽ ഇപ്പോൾ എൻ്റെ മനസ്സ് തന്നെ നിങ്ങൾ ഡിപ്രഷനിലേക്കോ കാര്യങ്ങളിലേക്കോ എന്ത് സമയത്തും എപ്പോഴും നമ്മൾ ഒരിക്കലും ഞാൻ തന്നെ പറയാറുണ്ട് 24 മണിക്കൂർ ഞാൻ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം അതിനെല്ലാം തന്നെ ഞാൻ മറികടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പം ഞാൻ ഡൗൺ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് ചിന്തിക്കും. അന്നേരം എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് എത്രത്തോളം ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ ലൈഫിലുള്ള. അതായത് നിങ്ങളെപ്പോഴും ആ ഒരു നിമിഷത്തിലേക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിലേക്ക് നിങ്ങളെ ലൈഫിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് നിവിലെ ഗോഡാർത്ത് എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല, മറിച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് പറയുന്നത് വെച്ചാൽ ബീങ് റിച്ച് മീൻസ് ഇങ്ങനെ ഇൻസൈഡ് എന്ന് പറയും. അതായത് ഉള്ളിലാണ് നിങ്ങളുടെ സമ്പന്നത എന്ന് പറയുന്നത്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ നിമിഷത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്ന രീതിയിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും തന്നെ നമുക്കത് സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻസ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻസിനെക്കാളും വലിയ ഒരു കാര്യവും ഞാൻ കഴിഞ്ഞ എല്ലാ ഇങ്ങനെ ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ടെക്നിക്ക് യൂസ് ചെയ്തു ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ടെക്നിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും, അന്നേരം ആദ്യം തന്നെ റിസൾട്ട് കിട്ടും, പിന്നെ റിസൾട്ട് കിട്ടിയില്ല. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ക്ലെൻസിങ് പ്രോസസ്സിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളെ ഏത് റിലേഷൻഷിപ്പ് മാസ്റ്ററി അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസിലെല്ലാം തന്നെ ഇപ്പം ഫ്രീ ക്ലാസ്സിൽ വരെ 3 പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ ബൈനറി മ്യൂസിക്, ഓരോ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, ജോലിക്ക് വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള, എന്തിന് ലോട്ടറിക്ക് വേണ്ടിയിട്ട് വരെ അത്രയധികം ബൈനറി മ്യൂസിക്കാണ് നമ്മളെ ഫ്രീ ക്ലാസ്സിലും അല്ലെങ്കിൽ മറ്റ് പെയ്ഡ് ക്ലാസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സബ്ലിമിനലും ബൈനറിയിലും ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ് നമ്മൾ നൽകാറ്. അതിൽ അഫർമേഷൻസ് ഉണ്ടാവും, അതിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കും. അത് പെയ്ഡ് ക്ലാസ് ആണല്ലോ. അന്നേരം നമ്മൾ ഈ ഒരു തോട്ട് പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഉള്ളിൽ ആ പണത്തിൻ്റെ ഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഭയം വന്നത്? നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. എന്ന് വെച്ചാല് എന്ത് കാര്യവും മുന്നോട്ട് പോകുമ്പോൾ നെഗറ്റീവ് തോട്ടും കൂടി വരും. അപ്പോഴാണ് ഭയം. എപ്പോഴും നെഗറ്റീവ് ഇല്ലേ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് കൂടുതൽ പേടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറെ ആരെയാണ് അത് വരികയുള്ള കാരണം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും പറയൂ, ജസ്റ്റ് ഇന്ററാക്ട് ചെയ്തുകൊണ്ട്. ക്യാമറ കോൺഫിഡൻസ് കുറവാണോ? അത് എന്റെ കാര്യം ആണ് ഞാൻ പറയുന്നത്. കോൺഫിഡൻസ് കുറവ് സത്യമാണ്. മറ്റുള്ളവരുടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്രോബ്ലം വരുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്? പണം നമുക്ക് ആവശ്യമുണ്ട് ഒരുപാട്, പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ ടെൻഷനും പേടിയും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതെ, ശരിയാണ്, സത്യമാണ്. ഒരുപാട് കോൺഫിഡൻസ്. അന്നേരം നമ്മൾ പണം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ, അത് ഞാൻ ലാസ്റ്റ് അതൊരു PDF ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ഒരു കാര്യം ഞാൻ PDF ആയിട്ട് വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് പണം എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഇപ്പം തന്നെ ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് നടക്കുന്നത്. വേറെ എത്രയോ പേര് ലോ ഓഫ് അട്രാക്ഷൻ്റെ നമ്മളെ സ്റ്റുഡൻസ് തന്നെ പലരും, ഇപ്പം ആശ ജി കുമാർ, രമ്യ, സുജ, പിന്നെ കുറേ പേര് നമ്മളെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അവരെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഇതെല്ലാം തന്നെ മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. ഇപ്പം വെൽത്ത് മൈൻഡ് സെറ്റ് അല്ലേ, നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചു, കാര്യങ്ങൾ ചെയ്തു, നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഹയർ ആകുന്നേരം ഓപ്പർച്യൂണിറ്റീസ് വരും, അവസരങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വരും. ഇപ്പം തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ കോഴ്സ് ബിസിനസ് ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടല്ല മറ്റ് ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, മറിച്ച് പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്നേരം ഒരു പ്രോ ലേണേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള അക്കാദമിയിലേക്കുള്ള ഐഡിയാസ് വന്നു. മീൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു 800-1000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് തുടങ്ങണമല്ലേ. പക്ഷെ ഞാൻ മാത്രമാണ് സമയത്ത് എനിക്കൊന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. അതിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഞാൻ ഇൻവോൾവ് ആവും, മറ്റ് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഓരോരോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അനുകൂലമായ വ്യക്തികൾ
എൻ്റെ എൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി. അതിലെ അഫർമേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനാവാം, ബന്ധങ്ങളാവാം, വാട്ടെവർ. അത് ഏറ്റവും ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി ഒരു അഫർമേഷനാണ്. അതായത് നമ്മളെ ഈ ഭയത്തെ മറികടക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള, അതായത് പോസിറ്റീവായുള്ള അഫർമേഷൻസ് ആയാലും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ആയാലും കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കണം. അന്നേരം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നിലേക്ക് ഇപ്പം അതിനുശേഷം ഈ മെഡിറ്റേഷനും ഓക്കെ ഒന്നും കൂടെ പറയാം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യം, സമ്പത്ത്. ഏതെങ്കിലും ഒരാളൊന്ന് കമൻറ്റ് ചെയ്യാമോ? ജസ്റ്റ് യൂട്യൂബ് കാണുന്ന ആൾക്കാരെ കമൻറ്റ് ചെയ്തോളൂ. ജസ്റ്റ് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യം, സമ്പത്ത്. ഇത് ഞാൻ ഓൾറെഡി ഈ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാഷ്ടെ തന്നെ ക്ലാസ് കണ്ടിട്ട് ഞാൻ എഴുതി അതെ അതെ, വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. കുറച്ച് സ്വിച്ച് വേർഡ്സ് കൊണ്ട് അതിലെ ഒരു അഫർമേഷൻ ആണ് ഇത്. എനിക്ക് അനുകൂലമായ പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് പിന്നെ എന്താണ് ആഡ് നമുക്ക് ചെയ്യാം ആവശ്യമുള്ള എല്ലാ ആ ആവശ്യമുള്ള വേർഡ്സ് ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ചേർക്കാം. വേണ്ട ഇപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കൂടി ബിസിനസ് എന്റെ ബിസിനസ്സിന് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്ദി. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, എൻ്റെ ഫാമിലിയിലെ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് നൽകുന്ന വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് എനിക്ക് സന്തോഷം നൽകുന്ന എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള എൻ്റെ ജോലിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത്. അത് ഒരു അഫർമേഷൻ ആയാലും അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ കുറേ ബുക്കുകളുണ്ട് അതിൽ റെഫർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ സ്വിച്ച് വേർഡ്സിൻ്റെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അതിലെ സ്വിച്ച് വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? അനുകൂലമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, സമ്പത്ത്, സന്തോഷം, ആരോഗ്യം അതെ, ആഡ് ചെയ്യുന്നുണ്ട് സാറേ. നല്ല കാര്യം. ഓക്കെ, അടുത്ത എങ്ങനെയാണ് എഴുതിയത്? എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ. ആ ആ ഓക്കെ ഓക്കെ. മറ്റേ ആരെങ്കിലും ഒന്ന് പറയാമോ? എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, സമ്പത്ത്, ജോലി, ധനം, ബന്ധം, ആരോഗ്യം, അറിവ്, ഉയർച്ച, സാലറി, പൊസിഷൻ ഇവ ഓരോന്നും ഓരോ നിമിഷവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? മീൻസ് ഇത്രയും പറയാൻ ഇല്ല, സമയത്ത് ഇത് ശരിക്കും എഴുതി വെച്ചിട്ട് രാവിലെ എണീറ്റ് കൈ നോക്കിയാ പറയുന്നത്. അപ്പൊ ഇതില് അന്നേരം എന്തൊക്കെയാണോ മനസ്സിൽ വരുന്നത് അത് അല്ല എല്ലാം ചിലപ്പോ ഒരുമിച്ച് വരൂല. അപ്പോഴും ഇങ്ങനെ നമ്മള് രാവിലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ എനിക്കുണ്ട്. അതില് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വരുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. ഇതിലെല്ലാം കിട്ടാറില്ല, പക്ഷെ ഇതൊക്കെ നമുക്ക് വേണം എന്നുള്ളതാണ്. എഴുതിയപ്പോ ഇതെല്ലാം ഞാൻ എഴുതി വെച്ചു. അത് വന്നോളൂ. അന്നേരം ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഫിയറിന്, അതായത് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ മാത്രമാണ്. ഈ ഫിയർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു മനസ്സിലുള്ള ഭയം എന്തുകൊണ്ടാണ് വരുന്നത്? കുട്ടിക്കാലത്തിലെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ പണത്തിൽ നിന്ന് അല്ലെങ്കിൽ സമ്പന്നതയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത്. അന്നേരം കുട്ടിക്കാലത്ത് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അന്നേരം നമ്മളെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഭക്ഷണമില്ല, കാര്യങ്ങളൊന്നും ഇല്ലാതെ അധ്വാനിച്ച് വെട്ടിപ്പിടിച്ചിട്ട്, അതായത് ആ ഒരു ഭയങ്കര ഒരു ഊർജമായിട്ട് അച്ഛൻ ഒരു പൊളിറ്റിക്സ് പരമായിട്ട് അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് ഒരു പോരാളിയെ പോലെ ആയിരുന്നു. അന്നേരം അത് വെട്ടിപ്പിടിക്കുന്ന സമയത്ത് പണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്താനുള്ള നേടേണ്ട കാര്യമാണ്. അന്നേരം പണം എന്ന് പറയുന്നത് എന്തോ ഒരു വെട്ടിപ്പിടിക്കേണ്ട കാര്യമാണ് എന്നുള്ള ചിന്തയാണ് എൻ്റെ അച്ഛനിലുണ്ടായിരുന്നത്. എൻ്റെ അച്ഛനിലേക്ക് വരുന്ന സമയത്ത് ഈ പണം നഷ്ടപ്പെടുത്താൻ പാടില്ല, പണം വെറുതെ അനാവശ്യമായിട്ട് കൂടുതൽ ഡ്രസ്സ് എടുക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന രീതിയിലാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ഈ രണ്ട് എക്സ്പീരിയൻസും, അതായത് പണം കൂടുതലായിട്ട് വരുന്നത് തെറ്റാണ്, കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ പാടില്ല, ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നും അച്ഛൻ്റെ അച്ഛനിൽ നിന്നും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെല്ലാം തന്നെ കിട്ടിയത്.
ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ പോലും അതായത് നമ്മളെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിയർ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്ത് സംഭവിക്കും, ഏതെങ്കിലും രീതിയിലെ ചീറ്റിങ്സ്. ഇപ്പോൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സമയത്ത്, ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്തും ഞാൻ ചില ആൾക്കാരെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുണ്ട്, ട്രേഡിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, പണം നഷ്ടപ്പെട്ടു. അതിന് ആ ഒരു ഭയം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് പണം നഷ്ടപ്പെട്ട സമയത്ത് എന്നിലേക്ക് മണി ബ്ലോക്ക് വീണ്ടും വന്നു. അതുവരെ ഞാൻ ഹാപ്പി ആയിട്ടിരുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത്രയും, അതായത് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ്, അതും ചെറിയ എമൗണ്ട്, ഞാൻ പറഞ്ഞ പോലെ 1-2 ലക്ഷമല്ല, ഏകദേശം 40+, ഏകദേശം 50 to 40, അതായത് 40 to 50 ഉള്ളിലുള്ള എമൗണ്ടാണ് എനിക്ക് ബിസിനസ്സുകൾ. ഒരു ബിസിനസ് അല്ല, ഇങ്ങനെ ചാരിറ്റി, അതായത് ചില ആൾക്കാരുടെ ചീറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളെ ആ ഒരു കൈൻഡ്നെസ് അങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻസിഡൻസ് നിങ്ങളെ ലൈഫിൽ നടക്കാൻ പാടില്ല. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഈ ഒരു എക്സ്പീരിയൻസിലൂടെ, അതായത് ഇത്തരം എക്സ്പീരിയൻസ് നിങ്ങളെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ സ്വയം ഹീൽ ചെയ്യുക. അതിന് സ്വയം ഹീൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ്നെസ്, ക്ഷമിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഹോ ഒപ്പുനോ എന്ന് പറയുന്ന ടെക്നിക്ക്, അത് ഡിയർ മണി എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഈ രീതിയിൽ നമ്മൾ ഈ മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ക്ലൻസിങ്. ഓക്കെ, നിഖിൽ നാരായണൻ, ഓക്കെ പറഞ്ഞോളൂ, സക്സസ് സ്റ്റോറി പറഞ്ഞോളൂ. സർ, ഞാൻ ടൈപ്പ് ചെയ്തതും സാറിപ്പോ പറഞ്ഞ പോയിന്റും ഒരു നിമിത്തം പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറെ മണി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാർ നമ്മുടെ ഈ ഓപ്പണാക്കോണോ ഡിയർ മണി സോറി പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, അത് ഞാൻ ഡേ ടു ഡേ ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാറ് രാവിലെ സമയം എന്നൊക്കെ ഞാൻ ഫ്രീ ടൈം മുഴുവൻ അങ്ങനെ പെർട്ടിക്കുലർ ടൈം നോക്കാറില്ല. അപ്പൊ മാക്സിമം ചാൻഡ് ചെയ്ത് വന്നപ്പോ എന്റെ മണി ബ്ലോക്ക് എന്താ പറയാ ഒക്കെ ഒന്ന് ഏറെക്കുറെ ചേഞ്ച് വന്നു. അതൊരു ഉദാഹരണമാണ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുന്നേ കിട്ടിയതാണ്. അതേപോലെ തന്നെ ചാരിറ്റി, ഞാൻ ഇവിടെ ലയൺസ് ക്ലബിന്റെ ഒരു ചാരിറ്റി ഇതുണ്ട്. അവിടെ ഒരു 10-40 പേർക്ക് എന്റെ വക വിശ്വാസമായിട്ട്, അതായത് എനിക്ക് ഇത് ചെയ്താൽ ഇത് കിട്ടണ യൂണിവേഴ്സ് എന്ന മൈൻഡിലല്ല, എന്റെ വരുമാനത്തിന്റെ സംതിങ് പെർസെന്റേജ്. സോ ഞാൻ ഭക്ഷണമായിട്ട് പൈസ ആയിട്ട് കൊടുക്കില്ല ആയിരിക്കും, ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ബുക്സ് ആയിട്ടോ അനാഥാലയങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങി. സോ ഈ ഹോപ്പണപ്പോണോ അതുപോലെ ബുൾസ് മാജിക് ബിഗിൻ നൗ അതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയി. ആക്ച്വലി ഞാൻ ഒരാഴ്ചയായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ട് എനിക്ക് വല്ലാത്തൊരു സക്സസ് എവിടെ നിന്നും അറിയില്ല, അങ്ങനെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അതെ, തീർച്ചയായും. ഞാൻ ഹോപ്നോപ്നോയുടെ ഒരു ലൈവ് ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് കടക്കാത്തത്, ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുക്കാത്ത രീതിയിൽ. ഹോപ്നോപ്നോ എന്ന് പറയുന്നത് ഹവായൻ പറഞ്ഞു. 2 ഫ്രണ്ട്സ് ആയിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. കാരണം അവര് കുറച്ച് ഈഗോ പാർട്ടീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവര് കൺവിൻസ്ഡ് ആവും, അവർക്ക് വൃത്തിയാട്ടക്കാരാണ്. അപ്പൊ ഞാൻ എന്താ നീ വലിയ ഉപദേശി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവരെന്നെ. അപ്പൊ ഞാൻ ഇവരെ മനസ്സിലാക്കാൻ അത്രയും നല്ല തിക്ക് ഫ്രണ്ട്സ് ആണ് അവര്. സോ ഞാൻ ചോദിച്ചാൽ അവരും ഈ ഹോപ്പണോപ്പണോട്ട് എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേരും പറയും ഞാൻ. സോ അവരെന്നെ വിളിച്ചു, സോറി നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ എന്റെ വാക്കൊക്കെ ധിക്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരും എനിക്ക് ഈ ഹോപ്പണോപ്പണൊക്കെ വെച്ചിട്ട് എനിക്ക് അതും ഒരു സക്സസ് സ്റ്റോറി ആയിരുന്നു. ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. അതെല്ലാം തന്നെ പേഴ്സണലി അയച്ചോളൂ, നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സന്തോഷം. അന്നേരം ഈ ഹോപ്നോപ്നോ, അത് ശരിക്കും പറഞ്ഞാൽ ഹോപ്നോപ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കുറേ ടെക്നിക്ക് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നമ്മൾ സെൽഫ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അഫർമേഷനാണ് അത്. ചില മന്ത്രങ്ങളുണ്ട്, ഓം നമഃ ശിവായ, അതോടൊപ്പം തന്നെ ചില മന്ത്രങ്ങൾ, അതായത് അതിനറിയാം. ഇപ്പോൾ റേക്കി കൊടുക്കുന്ന സമയത്ത് റേക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു എനർജിക്ക് അറിയാം, അത് സെൽഫ് ഇൻ്റലിജൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ട് ചിന്തിക്കാനും അതിന് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് പറയാറ്. അന്നേരം വെരി എഫക്റ്റീവ്. ഓക്കെ, അത് പ്രഭിത പറഞ്ഞിട്ടുണ്ട് വെരി എഫക്റ്റീവ് എന്നുള്ള. അന്നേരം നമ്മൾ ഈ ഒരു ഹോപ്നോപ്നോ പണത്തിൻ്റെ കാര്യത്തിൽ ഹോപ്നോപ്നോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡിയർ മണി എന്താണോ ആവശ്യം അത് പറയാം.
റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് ഐ എം സോറി, പ്ലീസ്, ഓക്കെ, താങ്ക് യു, ഐ ലവ് യു. അതെല്ലാം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതെല്ലാം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ആദ്യം സെൽഫ് ഹീൽഡായിരിക്കണം. നിങ്ങൾ ഈ പ്രോബ്ലവും മനസ്സിൽ വേദനകളും വിഷമങ്ങളും എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഹോപ്പിനോപ്പിനോ പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തന്നെ ചേഞ്ച് വരില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ ഈ വെൽത്ത് മൈൻഡ് സെറ്റ് വന്നു അല്ലെങ്കിൽ ഈ ഫിയറിനെ നമ്മൾ മറികടക്കുന്നതനുസരിച്ച് ചക്രങ്ങളുടെ ഇപ്പം സിഞ്ചു അദ്ദേഹം ചക്ര മാനിഫെസ്റ്റേഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് റൂട്ട് ചക്ര. അത് ഫിസിക്കൽ ഐസിനും കൊണ്ട് കാണാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഹീലിങ്ങോ അല്ലെങ്കിൽ യോഗയോ കാര്യങ്ങളോ പഠിക്കുകയാണെങ്കിൽ അവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. റൂട്ട് ചക്ര ബ്ലോക്ക് ആകാനുള്ള റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അബണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഇത് ബ്ലോക്ക് ആകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലുള്ള ഭയം, കുട്ടിക്കാലത്തുണ്ടാകുന്ന ഇൻസിഡൻസ്, ആ ഭയത്തെ മറികടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അബണ്ടൻസ് നമുക്ക് വരുന്നതാണ്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് എൻ്റെ കൂടി ആരെങ്കിലും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നേരം കാര്യം കോളേജ് ടൈമിലും എല്ലാം തന്നെ കുറേ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. കുറേ ബുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബുള്ളിങ് ഒന്നുമല്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് കഞ്ചാവ് മുഖത്ത് ഊതുക, അങ്ങനെ കുറേ നമ്മളെ ചില ആൾക്കാരല്ലേ ശുദ്ധന്മാരെ ഇങ്ങനെ ഗാങ്ങിലും കിട്ടുകയാണെങ്കിൽ അവരെ തോണ്ടിയിട്ടും അവരെ ഇതാക്കിയിട്ടുള്ള ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന കുറേ ആൾക്കാരില്ല. അങ്ങനെ കുറേ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഹോസ്റ്റലിലും പുറത്ത് റൂം എടുത്തവരെല്ലാം, അതായത് എന്താണെന്നറിയില്ല, അത് നമ്മളെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കും. ഒന്ന് ഞാൻ ഭയം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ അത്രയധികം ഭയം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്നേരം ലോ ഓഫ് അട്രാക്ഷൻ, അതായത് ഈവൻ അത് പിന്നീടാണ് മനസ്സിലായത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് അവിടെയും സംഭവിച്ചിരുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ അഗാധമായ ഭയം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തുള്ള ഇൻസിഡൻസ് ഭയങ്കര ആ രീതിയിലായിരുന്നു ഞാൻ വളർത്തുന്നത്. അന്നേരം നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഇന്നർ പാർട്ടിൽ അല്ലെങ്കിൽ ഇന്നർ സെൽഫ് ഭയത്തിലാണ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയിലാണ് ഉള്ളതെങ്കിൽ നമ്മളെ ഭയപ്പെടുന്ന വ്യക്തികളും കാര്യങ്ങളും എല്ലായിരിക്കും നമുക്ക് വരിക. ഇവൻ ഞാൻ തന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത്രയധികം റിസൾട്ട് കിട്ടാനുള്ള കാരണം കുറേ പേര് ഏകദേശം 100+, ഒരു ക്ലാസ്സുകൾ കണ്ടിട്ട് ഏകദേശം 500+ ആണെന്ന് തോന്നുന്നു. കുറേ ഏകദേശം ഒരു 10-15% റിലേഷൻഷിപ്പ് മാസ്റ്ററിയുള്ള സക്സസ് സ്റ്റോറീസ് ഇട്ടത്. അന്നേരം അത്രയും ഹീലിംഗ് പ്രോസസ്സ്, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇന്നർ സെൽഫ് എന്താണ് നിങ്ങൾ ശരിക്കും നിങ്ങളെ മനസ്സിലാക്കണേ. നിങ്ങൾ ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് അനുഭവിക്കുന്നത്. ഇതിൽ ഓരോരോ ക്ലാസ്സുകളിലും ഹീലിംഗ് ക്ലാസ്സുകളിൽ ഞാൻ കുറേ പെയ്ഡ് ക്ലാസ്സുകളിൽ പങ്കെടുത്തുള്ള കാര്യമാണ്. അതെല്ലാം തന്നെ ഒന്ന് നോക്കുക. അതായത് ഈ പ്രാക്ടീസ് ഞാൻ എന്താണ്, ട്രൂ സെൽഫ് എന്താണെന്ന് നോക്കുക. അത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഭയപ്പെടുന്നത് എന്നുള്ളത്. ഈ ഭയം പണത്തിനെ കുറിച്ചുണ്ടെങ്കിൽ എപ്പോഴും വലിയൊരു ശതമാനം ആൾക്കാർക്കോ ഭയമുണ്ടാവും. ഈ ഭയത്തെ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനിപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, ഭയത്തെ മറികടന്നു, നമ്മൾ മൈൻഡ് സെറ്റിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണത്തെ ഉണ്ടാക്കാൻ സാധിക്കുക. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഉദാഹരണം ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കണം ഞാൻ ആഗ്രഹിച്ചു. അന്നേരം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്സ് എന്നിലേക്ക് വന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വേണം, ഏത് രീതിയിൽ നമുക്ക് അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, അതെല്ലാം പ്ലാൻ ചെയ്ത് അതിൻ്റെ പാർട്ട്നേഴ്സ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് വെറുതെ ഇങ്ങനെ ഓഫീസിൽ കാര്യങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കാണുമെന്ന് പറയും. അത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ തന്നെ ഗൈഡഡ് മെഡിറ്റേഷനും ബൈനറി മ്യൂസിക് എല്ലാം തന്നെ പ്ലേ ചെയ്തിട്ട് ഞാൻ അന്നേരം ചെറിയൊരു സ്പീക്കർ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യും പ്ലേ ചെയ്തിട്ട് ഒന്ന് അവരെ ശ്വാസരേഖകൾ കൊണ്ടുവന്നിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യും പറയും. അന്നേരം അത് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ സ്വതവേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം എടുക്കും ഒരാൾ ജോയിൻ ചെയ്യണമെങ്കിൽ. പക്ഷേ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ 2 അഡ്മിഷനായി. ഇപ്പോൾ ഏകദേശം ഒരു 12 പേര് 1 മാസത്തിനുള്ളിൽ തന്നെ 12 പേര് ജോയിൻ ചെയ്തു. റംസാൻ അതിനെക്കൊണ്ട് ഓൺലൈനായിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അന്നേരം നമ്മളുടെ ആ ഒരു
നമ്മളെ വൈബ്രേഷൻ തലം മാറുന്നതനുസരിച്ച് ഇപ്പം എനിക്ക് ഫ്രണ്ട്സ് പാർട്ട്ണർ ഈവൻ ഓരോ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളെ ഈ ബ്ലോക്സ് മാറുന്നതനുസരിച്ച് നമ്മളുടെ ഉള്ളിൽ ഇന്നത്തെ ടോപ്പിക് ഫിയർ ആയതുകൊണ്ടാണ് പറയുന്നത്. അതായത് ഈ ഫിയറിനെ മറികടക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ആ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വരുന്നതനുസരിച്ച് യൂണിവേഴ്സ് എപ്പോഴും നമുക്ക് ഓരോ അവസരങ്ങളും കൊണ്ടുവരുന്നില്ല, നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്യണം. അതിൽ വർക്കൗട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും, നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ വന്നു, ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയ ആണ്, ഒന്നും ചെയ്തില്ല, അത് വിട്ട് കളഞ്ഞു. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആ ഐഡിയ എവിടെയെങ്കിലും ഇംപ്ലിമെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു നല്ലൊരു ഐഡിയ ആയിരിക്കും, ബിസിനസ് ഐഡിയ ആയിരിക്കും, ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, വാട്ടവർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കില്ല, എന്റെ മോൾക്ക് വന്നിട്ടുണ്ടേ. എന്താണ്? രണ്ടുപേരും ഒരേ തവണ പറഞ്ഞു. ഓക്കെ, പ്രഭിത പറഞ്ഞോളൂ ആദ്യം തന്നെ. ഇന്നലത്തെ പത്രത്തിലെ ഒരു പാറ്റന്റിന്റെ കണ്ടായിരുന്നു, ഈ അന്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ്, അതിനകത്ത് മറ്റേ എന്താ പറഞ്ഞിട്ടുള്ള സെൻസേഷൻ വെച്ചിട്ട് അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ മോളിപ്പോ +1 അവർക്ക് സ്കൂളിൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊടുക്കണമായിരുന്നു. അവള് കൊടുത്ത ഐഡിയയാണ് ഇന്നലെ ആ പാറ്റന്റ് ആയിട്ട് വന്നത്. രാവിലെ പത്രം എടുത്തിട്ട് അവൾ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത് തന്നെയല്ലേ നമ്മൾ സ്കൂളിൽ കൊടുത്തതെന്ന്. അപ്പൊ ശരിക്കും അവരത് അന്ന് ഇതിനേക്കാളും ബെറ്റർ വന്നുകൊണ്ട് ഇവരത് സെക്കൻഡ് തേർഡ് പൊസിഷനിലോട്ട് വന്നു. ഇതത്ര ഇഫക്റ്റീവ് ആയില്ല, പക്ഷെ അത് ഇവൾക്കാളും മുന്നേ ഓൾറെഡി അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാ. അപ്പൊ ശരിക്കും മാഷത് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിൽ അതാ പെട്ടെന്ന് പോയേ. വേറെ ആർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ ഐഡിയ വരും, കുറച്ച് നാളെ ചിന്തിച്ച് പിന്നെ അത് പോകും. എപ്പോഴും ഉണ്ട് അങ്ങനെ ഐഡിയ ഒരുപാട് ചെയ്യത്തില്ല. ഐഡിയ ഒരുപാട് ഐഡിയ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യില്ല. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, അതാണ് പറഞ്ഞത് ലോ ഓഫ് വൈബ്രേഷൻ. ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു യൂട്യൂബിൽ. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈബ്രേഷൻ മാച്ച്, അതാണ് എന്തുകൊണ്ട് ഞാൻ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഷോർട്ട് കട്ടാണല്ലോ വേണ്ടത്, പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് നേടണം, അങ്ങനത്തെ ഇതാണല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസിലെല്ലാം ടെക്നിക്സിന് പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് നമ്മുടെ മറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളാകുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളാണ് ഉണ്ടാകുക. അന്നേരം ഈ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാര്യം 12 യൂണിവേഴ്സൽ നിയമങ്ങളിലാണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞത്. അന്നേരം ഈ ഒരു വൈബ്രേഷൻ അലൈൻമെന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, നമ്മൾ കണ്ടെത്തുന്നതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കോണി ഇൻവെന്റഡ്, അതായത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് അതായത് റേഡിയോ എന്ന് പറയാം. പക്ഷെ ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയതാണ്. അതായത് നമ്മളിൽ ഈ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ പ്രതിഭാസത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഭാസത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഐഡിയ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആണ്, അല്ലേ? അതായത് നേരത്തെ പ്രഭിത പറഞ്ഞ പോലെ തന്നെ പ്രഭിതയുടെ മോൾക്ക് ഇതേപോലെ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഒരു ഐഡിയ ആയിട്ട് മാത്രം വെച്ചു. ചില ആൾക്കാർ എന്ത് ചെയ്തു, അതിൽ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ആ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും നിർബാധികമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ വരും. ഇതേപോലെ തന്നെ ചിഞ്ചു എന്താണ് പറഞ്ഞത്, ഐഡിയ വരുന്നുണ്ട്, കുറേ ഐഡിയ വരുന്നുണ്ട്, പക്ഷെ അതിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ വിട്ടു. അതിന് ഈ ഐഡിയയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെപ്പോഴും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തികളെയും നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഈ ഒരു വൈബ്രേഷൻ തലത്തിൽ ലോ ഓഫ് വൈബ്രേഷൻ പ്രകാരം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 2-3 സ്റ്റാഫായി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഏകദേശം 1.5 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ റേക്കി ഹീലേഴ്സ് വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അതൊരു ഇൻകമാണ്. നമ്മളെ പാർട്ട്നേഴ്സിനെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയില്ല, ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാത്രമാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓരോരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും കാര്യങ്ങളും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഓരോ ടെക്നിക്സും ഇതേപോലെ തന്നെ മറ്റ് പല ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്, സിദ്ധ ഹീലിംഗ്, സിദ്ധ മാനിഫെസ്റ്റേഷൻ, ഈ പണ്ടത്തെ സിദ്ധമായിട്ട് കുറേ ഇതേപോലെ തന്നെ വിദ്യകളും കാര്യങ്ങളും പഠിക്കുന്നത്. അങ്ങനെ അതിലെ ഓരോ ടെക്നിക്സും ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കും, ഓരോ കാര്യങ്ങളും.
എന്നാലും നമ്മൾ ആ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ കോഴ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഐഡിയ കിട്ടിയല്ലേ, ഐഡിയയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് എഴുതി വെക്കുക. എഴുതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നെറ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ട് വെക്കുക. ആ വൈബ്രേഷൻ തലത്തിലേക്ക് എത്തുന്നെങ്കിൽ നമ്മളെ ലൈഫിൽ അതായത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ ആഗ്രഹിച്ച സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും എന്നിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ക്രിസ്റ്റൽസ്, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നു. ഒരു കൺസൾട്ടേഷൻ അന്ന് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പേര് മറന്നുപോയി. പുള്ളിക്കാരി ഇത് പറഞ്ഞ സമയത്ത് ഇങ്ങനെ സംസാരിച്ചു. അന്നേരം ക്രിസ്റ്റൽസിനെ കുറിച്ച് സംസാരിച്ചു. അന്നേരം പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് കുറേ ഷെയർ ചെയ്തു. അന്നേരം അങ്ങനെ കോൺടാക്ട്സ് മീൻസ് അവർ വാങ്ങിയ സ്ഥലത്ത് നിന്ന് അവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അതായത് എന്താണ് നമ്മളതിൽ ഞാനതാണെങ്കിൽ അത് എഴുതി ഇങ്ങനെ ഓരോരോ വീഡിയോസും ഓരോരോ അതിൻ്റെ കോഴ്സുകൾ ഞാൻ ഏതാ നല്ല കോഴ്സ് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മളുടെ ലൈഫിൽ ആ ഒരു വർക്കൗട്ട് ഇത് ലോ ഓഫ് വൈബ്രേഷൻ പ്രകാരമാണ്. കാരണം ഈ ഒരു വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിഷ്വലൈസേഷൻ. പല ട്രെയിനേഴ്സും ഞാൻ അടക്കമുള്ള ട്രെയിനേഴ്സ് പറയാത്തൊരു കാര്യമാണ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് അഫർമേഷനോ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് പണം വരില്ല. അതിന് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആയാലും മറ്റ് ആൾക്കാരെല്ലാം തന്നെ ചെയ്യുന്ന കാര്യം എന്താണ്, സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളത്. സോഷ്യൽ മീഡിയ ഇപ്പം സിഞ്ചു എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? എന്താണ് തുടങ്ങിയത് സാർ? ഒരു മാസം പെട്ടെന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സും ആയത് പെട്ടെന്ന് എല്ലാവരും കൂടി എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി, ഞാനത് നിർത്തി. ബെസ്റ്റ്, നല്ല കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഫിയർ. ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്. പണം ആണെങ്കിൽ നമ്മൾ ഇൻസൾട്ടഡ് ആകാൻ തയ്യാറായിരിക്കണം. മനസ്സിലായോ? ഇൻസൾട്ടഡ് ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ തന്നെ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാൾ, എല്ലാവരും എന്നെ സപ്പോർട്ടല്ല, ഒരാളുണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, എപ്പോഴും കളിയാക്കുക. അന്നേരം ഞാൻ കളിയാക്കുന്ന സമയത്ത് ഞാൻ സക്സസ് സ്റ്റോറീസും ഇട്ട് കൊടുക്കും, റിലേഷൻഷിപ്പിൻ്റെ പ്രഗ്നൻസി ഇട്ട് കൊടുക്കും, 3 പ്രഗ്നൻസി. പുള്ളിക്കാരൻ്റെ തന്നെ പ്രഗ്നൻസി ഒരു മാനിഫെസ്റ്റേഷനാണ്. ഞാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം ഈവൻ അവന് വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാനത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞതിന് ശേഷം 3 വർഷത്തിന് ശേഷമാണ് അവന് കുട്ടി ഉണ്ടായത്. അതും അവൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും, അതൊന്ന് ചെയ്യുകയാണെങ്കിൽ നിനക്ക് മാറ്റം ഉണ്ടാവും. നീ ഇങ്ങനെ നെഗറ്റീവായി ഇതേപോലുള്ള സെക്സിനെ നെഗറ്റീവായി കാണില്ലേ, ഒന്നും പറയാതിരിക്കുക. ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് ആദ്യം റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക, ശരീരഭാഗങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമ്മളെ ബ്ലോക്ക് ആക്കും. ഒരു എന്തെങ്കിലും ഒരു നേരത്തെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പണക്കാരനെ കാണുന്ന സമയത്ത് അവൻ ഇന്ന് ഇങ്ങനെ തെറ്റായ രീതിയിലാണ് പണം ഉണ്ടാക്കിയത് ചിന്തിക്കുന്ന സമയത്ത് വരെ നമ്മൾ പോലും അറിയാതെ നമ്മളെ അക്കൗണ്ട്സ് മൈൻഡിലേക്ക് ബ്ലോക്ക് വരും. അതേപോലെ തന്നെയാണ് അവൻ്റെ ലൈഫിലുണ്ടായത്, ഇങ്ങനെ സെക്സ്വൽ ലൈഫിൽ. കാരണം എന്താണ്, അവനെ എന്തെങ്കിലും ഒരു ഇത് കാണുന്ന സമയത്ത് അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിലേക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അന്നേരം പറയും, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് അവളെ സൗന്ദര്യത്തെ നോക്കും, ആസ്വദിക്കുക, നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കാതിരിക്കുക, അത് പറയാതിരിക്കുക, ചിന്തകൾ വരും, പറയാതിരിക്കുക. അതെല്ലാം തന്നെ നമ്മൾ പോലും അറിയാൻ നമ്മളിൽ ബ്ലോക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. ഇപ്പം അവന് ഇങ്ങനെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്നേരം നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്, ഭയം എന്ന് പറയുന്ന കാര്യം അല്ലേ? ഇതേപോലെ തന്നെ ഭയം, അതാണ് നിങ്ങളുടെ ബ്ലോക്സ്. ഇങ്ങനെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നില്ലേ, പണത്തിൻ്റെ ബ്ലോക്ക് എന്ന്. ഈ ഒരു ഭയത്തെ നിങ്ങൾ മറികടക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോസ് ഇടാൻ തുടങ്ങി, എൻ്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അവരെന്നെ സപ്പോർട്ട് ചെയ്യില്ല. അവരെല്ലാം എന്നെ ഈ വീഡിയോ ഗ്രൂപ്പിലിട്ടിട്ട്, കോളേജ് ഗ്രൂപ്പിൽ, സ്കൂൾ ഗ്രൂപ്പിലിട്ടിട്ട് എന്നെ എന്താ പറയുക, എയറിലാക്കുകയാണ് ചെയ്തത്. എന്നെ എയറിലാക്കി ഓരോരുത്തർ സ്ക്രീൻഷോട്ട് എടുത്തു, കാര്യങ്ങളെല്ലാം വെച്ചു. അന്നേരം നമുക്ക് അത്ര സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു ഇൻസൾട്ട് മീൻസ് ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് എനിക്കത് കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണുള്ളത്. അത് എന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടോ, എൻ്റെ അമ്മയല്ലാതെ വേറെ ആരും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സായാലും കാര്യങ്ങളൊന്നും തന്നെ. നമുക്ക് എൻ്റെ കൂട്ടുകാരെ ഇരിക്കും, നിനക്ക് ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ട് നീ എന്താ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, അത്യാവശ്യം ഒന്ന് ടെൻഷൻ ആയി. കാരണം എനിക്ക് ചിരിയേ വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് മീൻസ് അത് കുറേ കരഞ്ഞ് നമുക്ക് ആ ഒരു സ്ട്രോങ് മീൻസ് എത്ര ഇൻസൾട്ട് കിട്ടിയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ഇൻസൾട്ട് കാര്യങ്ങളും കിട്ടും. അത് കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരിക്കുക.
ഇപ്പോൾ എൻ്റെ 2 ചാനൽ മോണിറ്റൈസേഷനാണ്. ഒന്ന് അനിമിൻ എന്ന് പറഞ്ഞ ചാനലും സീക്രട്ട് ടീച്ചിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാനലും മോണിറ്റൈസേഷനായി. അതിൻ്റെ അകത്ത് എനിക്ക് വരുമാനം കിട്ടുന്നു. അതെന്താണ്, ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇനി 3ാമത്തെ ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഏതായിരുന്നു? സീക്രട്ട് ടീച്ചിങ് ഓഫ്, നമ്മളെ ഫ്രീ ക്ലാസ്സിലുള്ള ഒരു വീഡിയോസ് ഇല്ലേ, അത് എൻ്റെ ചാനലാണ്, സീക്രട്ട് ടീച്ചിങ് ഓഫ് ലൈഫ്. അതിൽ ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസ് ഇടണം, മെഡിറ്റേഷൻ ഇടണം, ബൈനറി മ്യൂസിക് ഇടണം എന്നുള്ളതാണ് പ്ലാന്. അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് നിങ്ങൾ ഫ്രീ ക്ലാസ് പങ്കെടുക്കുന്നുണ്ടോ? അതില് ഒന്ന് വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് അതാണോ പറയുന്നത്? ഞങ്ങളെ കാണുന്ന അതാണ് ചാനൽ. അത് മോണിറ്റൈസേഷനായി. അതിൻ്റെ അന്ന് വരും. മീൻസ് അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അന്ന് ഇൻസൾട്ട്, എൻ്റെ ഫിയർ, ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ തന്നെയാണ്. ഈ ഒരു കാര്യം, ഈ ഒരു ഭയം, നമ്മളെ ഇൻസൾട്ടും കാര്യങ്ങളെല്ലാം അവരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെലവിന്, മീൻസ് നിങ്ങൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് അല്ലല്ലോ, നിങ്ങളല്ലേ, നിങ്ങൾ അധ്വാനിക്കാന്ന്. കാരണം നമ്മളുടെ ആ ഒരു ലെവലിൽ നമ്മളുടെ ആ ഒരു മനസ്ഥിതിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്തു, ഞാൻ അതൊന്നും വിട്ടുകൊടുത്തില്ല. കാരണം എനിക്ക് അത് കുട്ടിക്കാലത്തേക്ക് കിട്ടാൻ തുടങ്ങിയതിനെ കൊണ്ട് ഒന്നും വിട്ടുകൊടുത്തില്ല. അത് ചെയ്ത് ഇപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നു. ചെയ്ത് അവരെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് അതിന് സൊല്യൂഷൻസ്. ഇപ്പം എന്നെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വിളിക്കുകയാണെങ്കിൽ ഒന്നേ ബ്ലോക്ക് ചെയ്യും, ഒന്നെങ്കിൽ അവരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കോളിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം സെൽഫ് റെസ്പെക്ട് അതായത് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്നെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പിങ് തന്നിട്ട് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ്, അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത വ്യക്തികളോട് സംസാരിക്കുന്ന അവരെ അതിൻ്റെ വഴി, അവരുടെ ദേഷ്യം ഒന്നും വെക്കേണ്ട, അവരെ അതിൻ്റെതായിട്ടുള്ള വഴിയിലേക്ക് വിട്ടുകളയാന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ കോളേജിലെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, അന്നേരം അവരെ ബ്ലോക്ക് ചെയ്ത് കളയും. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടില്ല. കാരണം ഗ്രൂപ്പിൽ എന്നെ സപ്പോർട്ട് ചെയ്ത 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് നിൽക്കുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ലൈഫിൽ ഈ രീതിയിൽ ഭയം, അതായത് ആൾക്കാർ എന്ത് ചിന്തിക്കും, ആൾക്കാർ എന്ത് പറയും എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഫിനാൻഷ്യൽ സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോൾ ഒരു ഉദാഹരണം വെൽത്ത് മാസ്റ്ററി, നമുക്ക് വെൽത്ത് മാസ്റ്ററിയിലേക്ക് കടക്കണം. ഈ വെൽത്തിനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. അത് നമ്മളിപ്പോൾ വെൽത്ത് മാസ്റ്ററിയുടെ 3ാമത്തെ ബാച്ച് കഴിഞ്ഞ് അതിലൂടെ തന്നെ കുറേ പേരുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടായി. അതെന്താണ് വെൽത്ത് മാസ്റ്ററി? അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ലൈവിൽ പറയുന്നത്. വെൽത്ത് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്ലാസ്സുകളായിട്ടാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാസ്റ്ററിയാണ്. ഇതേപോലെ തന്നെ മണി മാനേജ്മെന്റ് എന്താണ് കാര്യങ്ങൾ, അത് നമുക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, മണി നമ്മൾ അതിൽ നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് വേറെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിലൊന്നും ഈ സാധനമൊന്നും കിട്ടില്ല. കാരണം ഇത് വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ഇതിൽ മണി ബ്ലോക്ക് അനാലിസിസ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ നൽകുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് തരികയാണെങ്കിൽ എത്രത്തോളം മണി ബ്ലോക്ക് നിങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ മണി ബ്ലോക്ക് എത്രത്തോളം പേഴ്സൻറ്റേജ് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചസ്റ്റ് മാൻ്റെ അല്ലെങ്കിൽ പണക്കാരുടെ ഒരു സൈക്കോളജി, നമ്മൾ അവർ എങ്ങനെയാണ് അവരെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുക, അതല്ല അത് വേറെ ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. പിന്നെ റൂട്ട് ചക്രയുടെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ്. പിന്നെ ഫെങ്ഷുയി ടെക്നിക്സ്, കുറച്ച് ഫെങ്ഷുയി ടെക്നിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് വെച്ചാൽ കളർ തെറാപ്പിയിൽ റൂട്ട് ചക്രയുടെ ഒരു നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ റൂട്ട് ചക്രയിൽ ഇപ്പം പണ്ട് കാലങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളരിപ്പയറ്റിൽ ഇത് കെട്ടുക എന്ന് പറയും. എന്താ അരക്ക് കെട്ടുന്നത്, എന്താ പറയുക, ഉറി കെട്ടുക എന്നോ, അരയില് ഒരു ഇത് കെട്ടില്ല, കച്ച കെട്ടുക, കച്ച ഏത് കളറാണ്? ചുവപ്പ്. അതായത് ചുവപ്പ് എന്ന് പറയുന്നത് ധൈര്യത്തിന്റെ സിമ്പിളാണ്. ഈ കാളി എന്ന് പറയുന്ന ഒരു ഇതായിട്ടില്ല കാണുന്നത്, അത് സ്ട്രെങ്ത്തിന്റെ ഒരു ഗോഡസ് ആണ്. അതായത് റെഡ് കളർ, നമ്മുടെ ശരീരത്തിൽ റെഡ് കളർ വരുന്നത്, അരയിൽ ഇതേപോലെ തന്നെ റെഡ് കളർ ആയിട്ടുള്ള കയറ് കെട്ടി, മീൻസ് കേൾക്കാമോ? ഓക്കെ, അന്നേരം റെഡ് കളർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന കളർ തെറാപ്പിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈവൻ കളേഴ്സ് വെച്ചിട്ടുള്ള അങ്ങനത്തെ കളേഴ്സിനെ കുറിച്ചുള്ള കളർ തെറാപ്പി പറയുന്നുണ്ട്. പിന്നീടായിട്ടുള്ളത് അബണ്ടൻസ് ഹീലിംഗ് മെഡിറ്റേഷൻസ് നമ്മൾ അതിൽ നൽകുന്നുണ്ട്. ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലും അത് അബണ്ടൻസ്, അതായത് നമ്മളുള്ളിലുള്ള ബ്ലോക്സ് മാറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് നമ്മൾ നൽകുന്നത്. അതേശം ഒരു 12 മിനിറ്റുള്ള മെഡിറ്റേഷൻ നൽകുന്നുണ്ട്.
പിന്നീടായിട്ടുള്ളത് മണി ഹോപ്നോപ്നോ മെഡിറ്റേഷൻ. അത് നേരത്തെ പറഞ്ഞ ഡിയർ മണി എന്നുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസസേഴ്സ് അബണ്ടൻസ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. നമ്മൾ പൂർവ്വര് ദരിദ്രരാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ദരിദ്രരാണ് കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ രീതിയിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കണം. അതായത് എൻ്റെ അച്ഛൻ സമ്പന്നനായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ സമ്പന്നനായിരുന്നു, അമ്മയുടെ എല്ലാ ഫാമിലീസിൽ എല്ലാവരും സമ്പന്നനാണ്, അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായി സമ്പന്നനായി. ഇപ്പം പണക്കാരുടെ വീട്ടിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് പണക്കാരായി മാറുന്നു? അവരുടെ ബ്ലഡ് ലൈൻ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അതായതുകൊണ്ടാണ്. ഞാൻ പണത്തെ ആഗ്രഹിക്കുന്നുണ്ട്, പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അന്നേരമാണ് എൻ്റെ ഒരു മെൻറ്റർ നവീൻ എന്ന് പറഞ്ഞൊരു മെൻറ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ആൻസസേഴ്സ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കുടുംബക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മളെല്ലാവരും പൂർവികരെല്ലാം തന്നെ സമ്പന്നരായി നിൽക്കുന്ന മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് സമ്പത്ത് വരികയുള്ളൂ. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഞാനത് പ്രാക്ടീസ് ചെയ്തു. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവരെല്ലാം കണ്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങി. അന്നേരം എനിക്ക് ചേഞ്ച് വരാൻ തുടങ്ങി എൻ്റെ ലൈഫിൽ. അതാണ് നമ്മൾ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് അബണ്ടൻസ് മെഡിറ്റേഷൻ. അത് റൂട്ട് ചക്രയുടെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ മണി മാനേജ്മെൻറ്റിലെ ഒരു PDF ബുക്ക് നമ്മൾ നൽകുന്നുണ്ട്. എങ്ങനെ ഡെയിലി മണി മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു PDF ബുക്ക് നമ്മൾ അതിൽ നൽകുന്നുണ്ട്. അടുത്ത കാര്യം ബേസിക് ബിസിനസ് മാസ്റ്ററിയാണ്. ഇപ്പം നിങ്ങൾ വെൽത്ത് മാഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു 10,000-ൻ്റെയോ ഞാൻ 10,000-ൻ്റെ 30,000-ൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ വെറും ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. മറിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ വർക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു സർവീസോ പ്രൊഡക്റ്റോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വെൽത്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ ഈ ക്ലാസ് ഇപ്പം എൻ്റേതായാലും മറ്റുള്ളവരുടെ ക്ലാസ് ആയാലും ഒന്നും തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല. അതായത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 5,000 ബിസിനസ് 5,000 തുടങ്ങാൻ പറ്റിയ 21 ബിസിനസ് ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് കുറേ പേര് ഏകദേശം ഒരു 18 സ്ത്രീകൾ ബിസിനസ് ഒന്നും ഇല്ലാത്ത അവർ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാകുന്നു. ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അവർക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഓൺലൈൻ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റർ ഡിസൈനിങ് നമ്മൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം പോസ്റ്റേഴ്സും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതാണ്. പിന്നെ ബിസിനസ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ബിസിനസ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങേണ്ടതല്ല, അതിനെക്കുറിച്ച് ഫീസിബിലിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ബിസിനസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അത് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ ഇതേപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ എത്ര വർക്കൗട്ട് ചെയ്യും, എത്രയാണ് അതിൻ്റെ റിട്ടേൺ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൾക്കാരുണ്ടോ കാര്യങ്ങളുണ്ടോ ഈ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു PDF ബുക്ക് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അടുത്തതാണ് യൂട്യൂബ് മാസ്റ്ററി എന്ന് പറയുന്നത്. യൂട്യൂബ് മാസ്റ്ററിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില ആൾക്കാർ ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്. അതായത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റുള്ളവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കൊരു വെൽത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വേണം. അന്നേരം ഞാനെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഇപ്പം 95 മെമ്പേഴ്സ് ആണുള്ളത് അല്ലേ. 95 മെമ്പേഴ്സ് 100 പേർക്ക് മാത്രമാണ് പറ്റുന്നതിനെ കൊണ്ടാണ് 95 മെമ്പേഴ്സ് ഇപ്പം 97. അന്നേരം നമ്മൾ ഈ ഒരു വ്യക്തികൾ എന്നെ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് വഴിയാണ്. അന്നേരം യൂട്യൂബിൽ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ക്രാക്കഡ് ആയിട്ടുള്ള ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, തംബ്നെയിൽ മേക്കിങ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ ഒരു വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത്. കാരണം ഇതിൽ കുറേ പേര് ഇതിലോ അല്ലെങ്കിൽ കുറേ പേര് വാട്സപ്പിൽ ചോദിച്ചിരുന്നു വെൽത്ത് മാസ്റ്ററിയിൽ എന്താണെന്നുള്ളത്. അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഈ ഒരു ഫിയർ അതായത് ഈ ഒരു ഭയത്തെ മറികടന്നുകൊണ്ട് ഇപ്പോൾ സിഞ്ചുവിനോട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭയത്തെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ എന്തുകൊണ്ട് വെൽത്ത് മാസ്റ്ററിയിൽ ഇത്തരം ടോപ്പിക്സ് ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചു, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയില്ല, ഒരു വ്യക്തിയുടെ MLM കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബാച്ച് MLM-ൽ എങ്ങനെ MLM ബിസിനസ് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ഓരോ കാര്യങ്ങളും അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വെറുതെ ലോ ഓഫ് അട്രാക്ഷൻ കുറച്ച് പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ലോ ഓഫ് അട്രാക്ഷനിലെ ഇപ്പം യൂട്യൂബ് വഴിയാണല്ലോ എന്നെ അറിയുന്നത്. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റൂ. കുറച്ച് അഫർമേഷൻസോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് വേണം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോക്കസ് ചെയ്തില്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലേക്കും ഞാൻ അത് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ രീതിയിൽ വേണം. അതായത് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാം.
അതാണ് നമ്മളെ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത്. 21 ദിവസത്തെ ഇതൊരു 21 ദിവസത്തെ വാട്സപ്പ് പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെൽത്ത് മാസ്റ്ററി ഉണ്ടാവില്ല. ഈ ഒരു 4ാമത്തെ ബാച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓരോ അതായത് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഓരോ ബാച്ചും ഉണ്ടായിരുന്നു. ചക്ര മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞു, ജോബ് മാസ്റ്ററി കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള പെയ്ഡ് ക്ലാസ് ഒറ്റ കോഴ്സാക്കി നമ്മളൊരു മെമ്പർഷിപ്പ് പോലെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെൽത്ത് മാസ്റ്ററി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ കാര്യങ്ങളോ ജോയിൻ ചെയ്യാം. ഞാൻ ഈ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാന് ഒരു യൂട്യൂബിൽ എന്റെ ഹസ്ബൻഡ് ഷെയർ ചെയ്ത് തന്നിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നത്. യൂട്യൂബ് വഴിയാ കണ്ടത്. അത് ഇപ്പോഴല്ല, 2-3 കൊല്ലങ്ങൾക്ക് മുന്നേ ആണ്. അന്ന് ഇതുപോലെ അങ്ങനെ സാമ്പത്തിക ഞെരുക്കം എന്ന് പറയാനില്ല, എന്നാലും ബുദ്ധിമുട്ടുകളിലൂടെ കുറച്ച് കടന്നു പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഇങ്ങനെ വെറുതെ നീ കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു ഫ്രീ ക്ലാസിന്റെ ഒരു ആഡ് കാണുന്നതും ഞാൻ ജോയിൻ ചെയ്യുന്നതും ഒക്കെ. അന്ന് മുതൽ ഇന്ന് വരെയും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് സ്വന്തം ആവശ്യത്തിനേക്കാളും കൂടുതൽ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സാറിന് കോണ്ടാക്ട് വെക്കാറുണ്ട്. ഹസ്ബൻഡിന് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ മോൾക്ക് പരീക്ഷയുടെ പേടി, അല്ലെങ്കിൽ എന്താ പുതിയ ജോലി, ഇങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ വാട്സപ്പ് ചെയ്ത് സാറിന് ചോദിക്കും. അപ്പൊ ഇതൊക്കെന്ന് പറഞ്ഞാല് എന്റെ അനുഭവത്തില് ശരിക്കും ടൈം നോക്കാതെയാണ് എനിക്ക് എപ്പോഴും ഇന്ന സമയം സാറ് പറയുന്ന സമയത്തൊന്നും ചിലപ്പോ എനിക്ക് ആ ഒരു മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിനോ ഒന്നും ഇരിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ ചില സമയത്ത് ഞാൻ ഉറങ്ങാൻ നേരത്ത് കേട്ടോണ്ട് കിടക്കും. ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവാറുണ്ട്. പക്ഷെ അതെന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാ വരുത്തിയിട്ടുള്ളത്. ഈവൻ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് പറഞ്ഞാ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, ചിട്ടിയെങ്കിലും വീഴും. എനിക്ക് ജോലിയുണ്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട് എന്നല്ലാതെ അഡീഷണലി നമുക്ക് ഇൻകം വരാനുള്ള സോഴ്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ബിസിനസിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. രണ്ടുപേർക്കും ജോലി ഉള്ളത് കൊണ്ട് തന്നെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഒരു വരുമാനത്തിന്റെ ഒരു പങ്ക് ഞാനിങ്ങനെ ചിട്ടിയിലോട്ട് ഇടുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം വരുമ്പോ പെട്ടെന്ന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാല് എന്റെ ചെറിയ മോൾക്ക് നവംബറിൽ അരങ്ങേറ്റം ഉണ്ട്. അപ്പം ടീച്ചർ പറഞ്ഞു 75,000 രൂപയാവും. അപ്പൊ ഹസ്ബൻഡ് അടുത്ത മോളിപ്പം +2-നായി. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു അവളുടെ ട്യൂഷൻ ഫീസ് എല്ലാം കൂടി ഭയങ്കരമായിട്ട് നമ്മൾ ടൈറ്റ് ആവും, അവളുടെ +2 കഴിഞ്ഞിട്ട് ഇവളുടെ ഇത് അരങ്ങേറ്റം നോക്കാമെന്ന്. അപ്പൊ എന്താ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ മാറ്റി നിർത്തുക എന്നുള്ളത് എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഈ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ മാഷെ. ഞാന് ഈ ഒരു അന്നത്തെ പ്രേയറിൽ മൊത്തം ഞാൻ ഇതായിരുന്നു പറഞ്ഞേ. പിന്നെ ഈ ഹോപ്പനോപ്പോനോ അന്നും ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ ഇന്ന് എന്റെ മനസ്സിൽ വരുന്ന 2 മന്ത്രങ്ങൾ, ഒന്ന് പഞ്ചാക്ഷരി. ഞാൻ എന്റെ മോൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടാണ് മാഷിന്റെ ക്ലാസ്സിലോട്ട് വന്നത്. ഒന്ന് ഹോപ്പനോപ്പോനോ, പിന്നെ ഒന്ന് ഈ പഞ്ചാക്ഷരി. ഇത് രണ്ടും ഞാൻ മുടങ്ങാതെ എന്റെ മനസ്സിൽ എന്തെങ്കിലും വരുമ്പോ വരുന്നതാണ്. അടുത്ത ദിവസം എനിക്ക് KSFE-യിൽ 1,00,000-ന്റെ ഒരു 100 മാസത്തെ ചിട്ടി ഉണ്ടായിരുന്നു. എനിക്കത് വീണു. കറക്റ്റ് 70,000 രൂപ. ഇനി ഞാൻ 5,000 രൂപ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ടിട്ട് പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്കിതുപോലെ പേടി, അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും വിചാരിക്കും, ഇങ്ങനെ ഒന്നും ഇല്ല. അത് എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയുന്നത് നിനക്ക് ശരിയുള്ളത് ആരെയും നോക്കി ജീവിക്കാം. ഇപ്പൊ ഒരു ചേച്ചി പറഞ്ഞില്ലേ യൂട്യൂബ് കണ്ടിട്ട് നിർത്തിയെന്ന്, അത് ശരിക്കും അവരിൽ ഒരു പരാജയമായിട്ടാണ്. ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഞാൻ പറയുന്നത്. പോസിറ്റീവായിട്ടേ എടുക്കാവുള്ളൂ. ഒരാള് പറയുന്ന കേട്ടിട്ട് നമ്മൾ അത് അനുസരിച്ചാൽ അത് നമ്മുടെ പരാജയമോ അവരുടെ വിജയമാണ്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ 10-15 ലക്ഷം ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിന് അവരൊരു ചാനൽ ഇട്ടാല് പകുതി കൂടുതൽ പേര് എതിർക്കുന്ന നെഗറ്റീവ് കമന്റ്സാ. അത് ഞാൻ പോലെ അല്ലല്ലോ മാഷ്. രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് രണ്ടാണ്. അതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് വിചാരിച്ചങ്ങ് പോവുക. പിന്നെ നമ്മള് ഒരു വെൽവിഷറെ കണ്ടെത്തി നമുക്ക് എന്തും ഷെയർ. ഞാൻ പറഞ്ഞല്ലേ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ഇതുപോലെ ഒരു കാര്യം പറയുമ്പോ ഞാൻ എപ്പോഴും ഓർക്കുന്ന കൂട്ടത്തിൽ അനുസാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പ്രതിഭ എന്ന് സാർ ഇങ്ങനെ നോക്കിയാലേ ഞാൻ പെട്ടെന്ന് സാറിനോട് ചോദിക്കും, സാർ മാഷെ എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ട്രാൻസ്ഫർ വേണം. അപ്പൊ മാഷ് എനിക്കൊരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും ചിലപ്പോ സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പൊ ഞാനിപ്പോ അത് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ മാഷിന്റെ നമ്പറും ഉണ്ട്. പെട്ടെന്ന് എന്തോ ഞാൻ വേണേ സ്ക്രീൻഷോട്ട് എടുത്ത് സാറിന് അയച്ചു തരാം. ഈ ഒരു വോയിസ് ക്ലിപ്പ് എനിക്കൊന്ന് അയക്കും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാലോ. ഹലോ, കേൾക്കാമോ?
ഹലോ പോയോ? ഇല്ല, ഉണ്ട് ഓക്കെ നെറ്റ് ഓക്കെ സ്ലോ ആയതാന്ന് നെറ്റ് തോന്നുന്നു. എൻ്റെ നെറ്റ് സ്ലോ ആയെന്ന് തോന്നുന്നു. ഓക്കെ അതെ അതെ. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും ഈ ഒരു കാര്യമില്ലേ, വാട്സപ്പിൽ വോയിസ് അയക്കും. അയക്കാം ഓക്കെ, അയക്കാം. അതേപോലെ നിഖിൽ നാരായൺ ഒരു ആ, വോയിസ് അയക്കും കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്കൊരു തീർച്ചയായും. എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ അദ്ദേഹം ഏതാണ്ട് 35 വയസ്സുള്ള എന്റെ ഏകദേശം എന്റെ പ്രായമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് മെമ്മറി ലോസ്. അതായത് ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അയാള് വേറെ ഏതോ ലോകത്താണ്. ആളെ പ്രസന്റിൽ ഇല്ല. അപ്പൊ ഞങ്ങള് ഒരു സൈക്യാട്രി സുഹൃത്തിനെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പഠിയൂ, മെഡിസിൻ ആയിട്ടൊന്നും വേണ്ട, ചെറിയ പ്രായമല്ലേ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ, കണ്ട ആളുകൾ, ഫസ്റ്റ് കണ്ട ആളുകൾ, അവരുടെ ഡ്രസ്സിന്റെ കളറ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രാക്ടീസ് പറഞ്ഞു കൊടുത്തു. അത് അതുപോലെ അയാളെ ഓക്കെ, എനിക്ക് മനസ്സിലായി. കുട്ടിക്കാലത്ത് എന്തെങ്കിലും രീതിയിൽ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു. ഭയങ്കരമായിട്ട് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താണ്? നടന്നു. പിന്നെ കുറെ കഴിയും അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നും ആ കിട്ടാതെ. അതാണ് ഇന്നർ ചൈൽഡ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പൊ ആ ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അവൻ ഞങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും മുമ്പ് അവൻ അങ്ങനെ ഞാൻ ഇല്ല. അപ്പൊ ഞങ്ങൾ തന്നെ മോട്ടിവേറ്റ്, നീ ഇത് വാടാ, നീ ഒരാണല്ലേ, അങ്ങനെ കളിയാക്കിയിട്ടൊക്കെ അങ്ങനെ കൂടെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ പക്ഷെ കുറെ അവൻ ചേഞ്ച് വന്നു. അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ പക്ഷെ ഈ പറഞ്ഞ കളർ, ഡ്രസ്സിന്റെ കളറ്, വാച്ചിന്റെ ഇത്, ആദ്യം കണ്ട വണ്ടി, ആദ്യം ഇപ്പൊ എന്നോട് എന്തൊക്കെ രാവിലെ ഫസ്റ്റ് സംസാരിച്ചു, ഇങ്ങനെ റിമൈൻഡ് ചെയ്ത്. പക്ഷെ പുള്ളിക്ക് അത് സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു മോട്ടിവേഷൻ, 1-2 ദിവസം നല്ല ആവേശം, പിന്നെ അതേ വീണ്ടും പഴയ അതേപോലെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് വല്ല ബൈനോറൽ മ്യൂസിക്കോ അല്ലെങ്കിൽ നമ്മുടെ വല്ല നമ്മളെ സൗജന്യ ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആൾക്ക്. അപ്പൊ അതില് ആള് എന്ത് ചെയ്തു, മെഡിറ്റേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് അത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇന്നർ പക്ഷെ ചൈൽഡ് ഹീലിംഗ് അയാൾക്കൊരു ആണ് വേണ്ടത്. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. മെഡിറ്റേഷൻ അല്ല, ഇരുന്നാലും അതെന്താന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മളെ കുട്ടിക്കാലത്ത്, ഞാൻ മുന്നേ പറഞ്ഞ കുട്ടിക്കാലത്ത് സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇൻസെക്യൂരിറ്റി നല്ല രീതിയിൽ അതെ ഫീൽ അതെ ചെയ്തിട്ടുണ്ടാവും. ആരുമില്ല, ഞാൻ തീർച്ചയായിട്ടും. ഒറ്റക്കാണ്, ഏകനാണെന്നുള്ള ചിന്ത അയാൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എത്ര കൂട്ടത്തിൽ വിളിക്കുകയാണെങ്കിലും ഒറ്റപ്പെട്ട പോലെ അവസ്ഥയാണ് ഉണ്ടാകുക. അത് എനിക്കുണ്ടായിരുന്നു. പിന്നെ ട്രോമാസ്. കൺസിസ്റ്റൻസി ഇല്ല ഒരു കാര്യത്തിനും. കൺസിസ്റ്റൻസി വരില്ല. കാരണം ആർക്ക് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും. ഉം. അതെ 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 അതെ. ആ ചോദ്യം ഉണ്ടാവും എൻ്റെ അപ്പോ മനസ്സിൽ. വല്ല നമ്മുടെ സ്വിച്ച് വേർഡ്സോ അല്ലെങ്കിൽ ബൈനർ അവന്റെ മെമ്മറി ഒന്ന്. സ്വിച്ച് വേർഡ്സ് ഹെൽപ്ഫുൾ ആണ്. എന്തായാലും നമ്മളെ ഒരു അലൈൻമെന്റ് മാസ്റ്ററി എന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് അത് പറഞ്ഞതല്ല, അതിൽ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞ ലൈവായിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല, പിന്നെ ഒറ്റ ക്ലാസ്സേ ഉണ്ടാവും. അന്നേരം അതിൽ അതെങ്ങനെയാ ഫീസ് ഒക്കെ? വെൽത്ത് മാസ്റ്ററി വെൽത്ത് അത് മാസ്റ്ററിയുടെ 6666 ആണ്, അല്ലെങ്കിൽ 6666 രൂപയാണ്. അതിൽ ഈ ക്ലാസ്സുകളും, അതായത് ഈ 3 ക്ലാസ്സുകൾ ഉൾപ്പെടുത്തും. കാരണം ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽത്ത് എന്ന് പറയുന്നത് ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്, മാർക്കറ്റിംഗ്, സെയിൽസ് അതെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വെൽത്തിലേക്കും കാര്യങ്ങളിലേക്ക് എത്തിയത്. കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം മാത്രമാണ്. മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിലെല്ലാം പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റ് ട്രെയിനേഴ്സും കാര്യങ്ങളൊന്നും തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും കൊടുക്കില്ല. ഈവൻ എന്നെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര പേര്, കുറേ പേര് യൂട്യൂബേഴ്സ്. ഇപ്പം ദേവദർശക്ക് ഒരു യൂട്യൂബ് ചാനൽ, പുള്ളിക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഞാൻ വെക്കാറുണ്ട് ചാനൽസിൻ്റെ. അവർ തുടങ്ങിയിട്ട് അതിൽ നിന്ന് വരെ അവർക്ക് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അന്നേരം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇതേപോലത്തെ ഫിലിംസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെറ്റ്വർക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഇട്ടത് കൊണ്ടാണ്. ഏതൊരു പാട്ട് ക്ലിക്കായി അങ്ങനെയെല്ലാം വർക്കും കാര്യങ്ങളിലും വരുന്നത്. ഇതെന്താണ്? വെറുതെ ഒരു അഫർമേഷൻ കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ആണ് വരിക. ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് വേണം, സെയിൽസ് വേണം. ഇപ്പം ഞാൻ തന്നെ വിമർശിച്ചുകൊണ്ട്, മീൻസ് എൻ്റെ ഫീൽഡിനെ തന്നെ വിമർശിക്കുകയാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ഉപയോഗിച്ചിട്ട് എനിക്ക് വെൽത്തി ആയിട്ട് മാറാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ട്രെയിനേഴ്സ് എല്ലാം എന്താണ്, കോഴ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് അവർ വെൽത്തി വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഒരു പാഷനാണ്. അതേപോലെ തന്നെ വേറെ 2-3 ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മെസ്സേജും കാര്യങ്ങളെല്ലാം തന്നെ വോയിസ് അയക്കാതെ ടെക്സ്റ്റ് മെസ്സേജ് മീൻസ് വീഡിയോസ് അയക്കുന്നത്. കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ കുറേ ടൈം ഉണ്ടാവും. കുറേ പേര് എൻ്റെ സംസാരിക്കണം എന്നാണ് ഞാൻ പറയും, വോയിസ് അയച്ചോളൂ എന്ന് പറയും. എന്നാലും ഞാൻ അവർക്ക് മറുപടി കൊടുക്കും. ഇപ്പം ഞാൻ കുറേ തിരക്കിലായതിനും കൂടി ഞാൻ കഴിയുന്നത് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസാണ് അയച്ചു കൊടുക്കാറ്. എന്നാലും ഈ വെൽത്തിലേക്ക് നമുക്ക് വരണം. എനിക്കെല്ലാം വീഡിയോസാ കിട്ടിയിട്ടുള്ളത്. ഓക്കെ.
കാരണം ഞാൻ അതെന്താ അയക്കുന്നതിനൊക്കെ ഓരോ തവണ ഓരോ വീഡിയോസാ കിട്ടിയിട്ടുള്ളത്. വീഡിയോസ് ആണ്. കാരണം അതിന്റെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് അതങ്ങ് അയക്കുന്നേരം അതങ്ങ് പ്രാക്ടീസ് ചെയ്യല്ലോ. മറിച്ച് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ ടൈം ഉണ്ടാവും, നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാവും. മറിച്ച് ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. വെൽത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ഇങ്ങനെ ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മറ്റ് ട്രെയിനേഴ്സ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്ക് മാർക്കറ്റിംഗ് അറിയാം, സൈക്കോളജി അറിയാം, അവർക്ക് ഇതേപോലെ തന്നെ വൈബ്രേഷൻ മാച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത ഒരാൾക്ക് അബുദാബി ബിഗ് ടിക്കറ്റ് വരെ അടിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അബുദാബി ബിഗ് ടിക്കറ്റ്, അതുവരെ അടിച്ചിട്ടുണ്ട്. അന്നേരം അത് അബൻഡൻസ് മെഡിറ്റേഷൻ, അതായത് എബഡൻസ് ഹീലിംഗ് മെഡിറ്റേഷൻ പുള്ളിക്കാരി ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അവരെ റിലേഷൻഷിപ്പ് ഹീലായിട്ടുണ്ട്. ഡിവോഴ്സിൻ്റെ വക്കീലായിരുന്നു, ജയമോൾ എന്ന പേര്, അവരെ റെഡി ആയിട്ടുണ്ട്. അത് തേർഡ് പ്രൈസ് കാര്യങ്ങൾ അടിച്ചു. ഞാൻ യൂട്യൂബ് നമ്മളെ ഇതിൻ്റെ അകത്ത് നിന്നാണ്. അന്നേരം അത്രയും മിറാക്കിൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ടാണ് നമ്മളെ കോഴ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് വെൽത്ത് മാസ്റ്ററി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടില്ല, അതിൽ മെഡിറ്റേഷൻ ഹീലിംഗ്, പിന്നെ എപ്പോഴും കുറേ കാലം കഴിഞ്ഞ ശേഷമായിരിക്കും വെൽത്ത് മാസ്റ്ററി ഉണ്ടാവുക. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ എഫേർട്ട് എടുക്കേണ്ട കോഴ്സാണ്. ഇങ്ങനെ കുറേ പേർക്ക് മറുപടി കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കോഴ്സ്, ഈ വെൽത്ത് മാസ്റ്ററി ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ്. കാരണം ആൾക്കാർക്ക് റിസൾട്ടാണ് വേണ്ടത്. നിങ്ങൾക്ക് കുറേ അറിവോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ കൊടുക്കുന്നത്. അറിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സുകൾ വായിക്കാം, കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് കാണാം. മറിച്ച് നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനും പ്രാക്ടീസും പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത്. അതിലാണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. നമ്മൾ ഏകദേശം 9 മണിയാണ് കരുതിയത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലാസ് ഉണ്ട്. അന്നേരം ഇനി എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ജോബിന് വേണ്ടിട്ട് നമ്മള് എന്ത് ചെയ്യേണ്ടത്? അത് ഓക്കെ, ഒരു സ്വിച്ച് ബോർഡ് ഞാൻ പറഞ്ഞത് ഡിവൈൻ ജോബ് നൗ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനിയും നിങ്ങളെല്ലാവരും ഇങ്ങനെ പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. മോൾക്ക് 11th ബോർഡ് എക്സാം നടക്കുവാണ്. അപ്പൊ എക്സാം എഴുതുന്നതിന് മുന്നേ, പഠിക്കുന്നതിന് മുന്നേ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്വിച്ച് വേർഡ് ഉണ്ടോ? ഞാനിപ്പോ ഈ ഹോപ്പനോപ്പോനെയും പഞ്ചാക്ഷരിയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ഹീലിംഗ് ലൈറ്റ്. ഡിവൈൻ ഹീലിംഗ് ലൈറ്റ്. ഡിവൈൻ ഹീലിംഗ് ലൈറ്റ് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു. ഡിവൈൻ ഹീലിംഗ് ലൈറ്റ്, ഡിവൈൻ ലൈറ്റ് ഹീൽ മൈ സ്കിൽ. ഡിവൈൻ ലൈറ്റ് ഹീൽ മൈ സ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കഴിവിനെ ഹീൽ ചെയ്യും. ഡിവൈൻ ലൈറ്റ് ഹീൽ മൈ സ്കിൽ. സ്കിൽ. ഡിവൈൻ ലൈറ്റ് ഹീൽ മൈ സ്കിൽ, അതായത് ഡിവൈൻ ലൈറ്റ് നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. ജസ്റ്റ് നമ്മളെ സ്കില്ലുകൾ, ഒരു ആകാശത്ത് നിന്ന് പ്രകാശം വന്നിട്ട് നമ്മൾ ആ ഒരു സ്കില്ലുകൾ ബ്രൈറ്റായിട്ട്, നമ്മുടെ ശരീരം ബ്രൈറ്റായിട്ട് ആകുന്നതായിട്ടും പഠനത്തെല്ലാം തന്നെ കയറുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. അതാണ് ഡിവൈൻ ലൈറ്റ് എന്ന് പറയുന്നത്. ചിലതിൽ ഡിവൈൻ എനർജി എന്ന് പറയും, അതൊരു എനർജൈസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, പറഞ്ഞു കൊടുക്കാം. ഗുരുമുഖത്തൂന്ന് കേൾക്കണോ? ഈ ഗുരുമുഖം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗുരു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഗുരുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിനെയാണ്. വ്യക്തികളെ ഗുരുക്കളായിട്ട് കാണാതെ നമ്മൾ അറിവിനെ ഗുരുക്കളായിട്ട് കാണുകയാണെങ്കിൽ, കാരണം അതൊരു വ്യക്തി ആരാധനയായിട്ട് മാറും. ഞാൻ വ്യക്തി ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഈ കാര്യങ്ങൾ പറയുന്ന ദുർഗാദേവി വേണം. സുഖമല്ലേ? കണ്ടില്ലല്ലോ. അന്നേരം ഈ വ്യക്തി ആരാധനയെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. മറിച്ച് നമ്മളെല്ലാവരും ആ ഒരു വ്യക്തി ആരാധനയെക്കാളും ഉപരിയായിട്ട് നമ്മൾ ഉയർന്നു വരണം എന്നുള്ളതാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്നില്ലേ, ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടാണ്, ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശമാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയെ ഊർജ്ജത്തെയാണ് പറയുന്നത്. അന്നേരം നമ്മളിത് ഒരു വ്യക്തിയായിട്ട് കാണുന്ന സമയത്ത് എന്ത് പറ്റും? അവരെ മിസ്യൂസ് ചെയ്യും, കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ എല്ലാത്തിനും നമ്മൾ അവരെ ഗൈഡൻസിലേക്ക് വരണം. ഗുരുവിൻ്റെ മീൻസ് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഗുരുക്കന്മാരെ ഇന്നത്തെ കാലത്ത് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. എല്ലാവർക്കും നന്ദി. നല്ലൊരു ശുഭദിനമാകട്ടെ. ഇനി വെൽത്ത് മാസ്റ്ററി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാട്സപ്പിൽ അയച്ചോളൂ. ഞാൻ ഈ മീൻസ് ആരെയും കമ്പല്
മീൻസ് കമ്പൽ ചെയ്യുന്നില്ല, കാരണം എന്നാണ് ക്ലാസ്, എത്ര ദിവസം, അതൊക്കെ 21 ദിവസമാണ്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതെന്താന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചത് കൊണ്ട് പിന്നെ ലാസ്റ്റത്തെ ഒരു ചാൻസ് എന്ന രീതിയിൽ സ്വതവേ ഞാനത് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഞാൻ കോഴ്സുകളെ കുറിച്ച് പറയാറ് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഷെ.